പന്തൽ പണിക്കാരുടെയും സദ്യവട്ടക്കാരുടെയും എന്നു വേണ്ട ആകപ്പാടെ ബഹളമയം. ശങ്കരന് നന്നായി വിശക്കുന്നുണ്ടായിരുന്നു. ഭക്ഷണം കഴിക്കാനിരുന്നാൽ ഏട്ടൻ്റെ ശകാരം പിന്നെയും കേൾക്കേണ്ടി വരുമെന്ന് ശങ്കരൻ ഭയന്നു. ശങ്കരൻ്റെ യഥാർത്ഥ നാമം ശങ്കരൻ എന്നു തന്നെയായിരുന്നു. ഓമനിച്ചും ലാളിച്ചും ആ നാമം ലോപിച്ച് പല അക്ഷരങ്ങളുടെയും സ്ഥാനം അവതാളത്തിലായി ശങ്കരൻ എന്ന ഓമനപ്പേരും വന്നു. 10 വർഷം മുമ്പേ ശങ്കരൻ്റെ മാതാപിതാക്കൾ അകാല ചരമം പൂകി. പിന്നീടെല്ലാം ജ്യേഷ്ഠനായ കറുപ്പുസ്വാമിയുടെ അധികാര പരിധിയിലായിരുന്നു. ആവശ്യത്തിനും അനാവശ്യത്തിനും അയാൾ അനുജനെ ഉപദ്രവിച്ചിരുന്നു. അതെന്തിനായിരുന്നു എന്നൊന്നും ശങ്കരൻ അറിയില്ല. "ശങ്കര, നീ ഇതുവരെ കുളിച്ചില്ല? മതി ചെയ്തത്. ബാക്കിയൊക്കെ അവരെല്ലാവരും ചെയ്തോളും. കുളി കഴിഞ്ഞ ഭക്ഷണം കഴിക്കാൻ വരിക." ഏട്ടത്തിയമ്മയാണ്. ശങ്കരന് അല്പം ആശ്വാസം തോന്നി. ഇത്രയും നല്ലൊരു ഏട്ടത്തിയമ്മയെ എങ്ങനെ ഏട്ടന് കിട്ടി? പലപ്പോഴും ഇങ്ങനെ ശങ്കരൻ ചിന്തിച്ചിരുന്നു. പക്ഷേ പുറത്തു പറഞ്ഞിട്ടില്ല. വസൂരിക്കല വീണ ഏട്ടൻ്റെ മുഖമോർത്തപ്പോൾ ശങ്കരൻ്റെ നെറ്റിയിലൂടെ വിയർപ്പ് ചാലിട്ടൊഴുകി. 5ാം ക്ലാസ്സിൻ്റെ അറിവാണ് ശങ്കരനുള്ളത്. അതിനപ്പുറം വിദ്യാഭ്യാസം നേടാനുള്ള അവകാശം അച്ഛനിൽ നിന്നോ ഏട്ടനിൽ നിന്നോ അയാൾക്ക് ലഭിച്ചിരുന്നില്ല. എപ്പോഴും വയലിലായാലും തോട്ടത്തിലായാലും ജോലിക്കാർക്കിടയിൽ മറ്റൊരു ജോലിക്കാരനായി ശങ്കരനെ കാണാം. 4 ആൾ കൂടുന്നിടത്ത് അനുജനെ കൊച്ചാക്കുന്ന സ്വഭാവമാണ് ഏട്ടൻ്റേത്. 2 അച്ഛൻ്റെ മക്കളാണ് ഇരുവരും എന്ന അരമന രഹസ്യം നാട്ടുകാർക്കിടയിൽ അങ്ങാടിപ്പാട്ടാണ്. അങ്ങ് ദൂരെ മധുരദേശത്തു നിന്നും കേരളക്കരയിലേക്ക് കുടിയേറി പാർത്തതാണ് ഇവരുടെ മാതാപിതാക്കന്മാർ. കറുപ്പുസ്വാമിക്ക് 2 കുട്ടികളുണ്ട്. എന്നാൽ ഭർത്താവിൻ്റെ അനുജനോടുള്ള സമീപനത്തിൽ ഭാര്യ അസഹിഷ്ണുതയോടുകൂടി ഭർത്താവിനോട് കയർക്കുന്നത് അനുജന് പലപ്പോഴും നേരിട്ടറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. തെളിഞ്ഞ നിലാവ്, മഴ ഒന്ന് ശമിച്ചിരിക്കുന്നു. നാളത്തെ പകലും ഇക്കണക്കിനായെങ്കിൽ ശങ്കരൻ ഒന്ന് ആശ്വസിച്ചു. തിങ്കൾക്കലയുടെ പ്രതിബിംബം ജലാശയത്തിൽ മറ്റൊരാകാശം തീർത്തതുകൊണ്ട് ശങ്കരന് അതിശയം വന്നു.